കിടില സിനിമ, അമ്പാത്ത സിനിമ കിടില സിനിമയായിരുന്നു. എനിക്ക് എന്ന് വെച്ചാല് അസുരന്റെ അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. കാളിദാസ് ചേർമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതായിരുന്നു തെളിയിച്ചു. അടിപൊളിയായിരുന്നു പടം. ഗംഭീര പടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഥകളും പുതിയ കഥകളൊന്നും അല്ല. ധനുഷിന്റെ ഡയറക്ഷൻ നൈസായിരുന്നു, നല്ല രസമുണ്ട്. എല്ലാം സ്റ്റോറി ആയാലും എല്ലാം അടിപൊളിയാണ്. സിനിമയിൽ നമുക്കൊരു മാസം തന്നെയാണ്. അതായത് നമ്മൾ പെട്ടെന്ന് അറിയുന്നില്ല ആളുടെ ഒരു റിയാക്ഷൻ, നമ്മൾ അറിയില്ല. ആളെല്ലാത്തിനും ഒതുങ്ങി നിന്നിട്ട് പെട്ടെന്ന് ആ കുടുംബത്തിനുള്ള റിയാക്ഷൻ ഞാൻ ഫാമിലി എന്നല്ല അനിയന്മാർക്ക് വേണ്ടി ചെയ്യണം, അനിയത്തിക്ക് വേണ്ടി ചെയ്യണം. കിട്ടില്ല സാധനം. റഹ്മാന്റെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. BGM സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി വർക്കാണ് റഹ്മാൻ ചെയ്തിരിക്കുന്നത്. എസ് സൂര്യ പറഞ്ഞ പുള്ളിയുടെ മറ്റേ സൈക്കോ ഇതൊന്നും അല്ല, പുള്ളി നല്ല വില്ലനായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. വേറെ വെറൈറ്റി ആയിട്ടാണ് എസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല സൂപ്പർ പടം. എനിക്ക് എന്ന് വെച്ചാല് അസുരന്റെ അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. റഹ്മാൻ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷ് എന്ന് പറയണ്ടാണല്ലോ, അടിപൊളി ആണ്. എനിക്കൊരു ചെറിയ നെഗറ്റീവ്, അസുരന്റെ അത്രയും നമുക്കൊരു ഹൈപ്പ്, ഒരു മാസം ഒന്നുമില്ല. അതായത് പടം അടിപൊളി കേട്ടോ. കാളിദാസ് ചേർമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. തമിഴില് പുള്ളി സെറ്റപ്പ് ആവും കേട്ടോ. കിടിലോ ധനുഷ് അടിപൊളിയാണ്, ഡയറക്ഷൻ കിടിലമാണ്. റഹ്മാന്റെ മ്യൂസിക് സൂപ്പർ. റയാൻ പടം എന്ന് വെച്ചാൽ അതായത് അതിന്റെ സ്റ്റോറി ഡയറക്ഷൻ, അതായത് നമ്മുടെ ധനുഷ് ഒരു നടൻ മാത്രമല്ല, നന്നായിട്ട് ഒരു ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളതായിരുന്നു തെളിയിച്ചു. പിന്നെ അതിന്റെ സ്റ്റോറി ഒരു പ്രത്യേകതയുള്ള സ്റ്റോറിയാണ്. കാരണം ഇതുവരെ വന്നിരുന്ന തമിഴ് സിനിമകളിലൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന കാളിദാസ് ജയറാമിന്റെ അപർണ ബാലമുരളി, പിന്നെ പ്രകാശ് രാജ്, പിന്നെ ധനുഷ്, ഇവരെല്ലാം സൂപ്പർ അഭിനയമാണ്. പിന്നെ AR റഹ്മാന്റെ മ്യൂസിക് നന്നായിട്ടുണ്ട്. ലാസ്റ്റ് പാട്ടും ആ ഡാൻസ് ചെയ്യുന്നൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലത്തെ പടം അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ പുള്ളിയുടെ ബ്രൂട്ടൽ ആ ഫൈറ്റ് സീൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പുതിയൊരു എന്താ പറയാ, ഞാൻ ഡെഡ്പൂൾ കണ്ടിട്ട് ഇറങ്ങി. അപ്പൊ ഡെഡ്പൂളിന്റെ ഫസ്റ്റ് ഫൈറ്റ് സീനും ഇതിനകത്ത് ഫസ്റ്റ് ഫൈറ്റ് സീനും അടിപൊളിയായിരുന്നു. അതേപോലെ ഒരു ഇത് എനിക്ക് തോന്നുന്നു. കളറുണ്ട് ധനുഷ്. ഇപ്പൊ നമ്മള് എക്സ്പെക്ട് ചെയ്തോണ്ട് തന്നെ മോശമായില്ല, നല്ല മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയാനോട് നമ്മുടെ കാളിദാസിന് ഒരു മുഴുവൻ നീള റോള് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരിവിടെ പോകാണ്ട് ഫുൾ റോള് കിട്ടി പുള്ളിക്ക്. നൈസായിട്ട് ആ ഒരു സന്തോഷമുണ്ട്. പുള്ളിക്കാരിയുടെ നൈസായിരുന്നു, പുള്ളിക്കാരിയുടെ ക്യാരക്ടർ നൈസായിരുന്നു. ലാസ്റ്റ് വരെ ത്രൂ ഔട്ട് ഉണ്ടായി. ലാസ്റ്റ് ആ ഒരു ഷോട്ടൊക്കെ നൈസായിരുന്നു. പുള്ളിക്കാരി അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീന് പറയാണ്ടല്ലോ, ധനുഷല്ലേ, ധനുഷിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ധനുഷിന്റെ ഡയറക്ഷൻ നൈസായിരുന്നു. പിന്നെ ഇതിനകത്തെ കളർ ഗ്രേഡിങ് അടിപൊളിയാണ്. ധനുഷ് പറഞ്ഞ ഓരോരോ ഷോട്ടുകൾ ഭയങ്കര എന്താ പറയാ, റെഡ് യെല്ലോ പിന്നെ ഒരു ബ്ലാക്കിഷ്. അത് മൂവി മൊത്തം ആ ഒരു കളർ പക്ഷെ അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട പെർഫോമൻസ്, SJ സൂര്യ ആസ് യൂഷ്വൽ ഫുൾ റോള് സെറ്റാണ്. ധനുഷ് നല്ല പെർഫോമൻസ് ആയിരുന്നു. കാളിദാസ് ജയറാം നല്ലൊരു റോൾ കിട്ടി, നല്ല സ്നേഹിസ് ഉണ്ടായിരുന്നു. പക്ഷെ എവിടേക്കോ കഥ എനിക്ക് കുറച്ച് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ആക്ഷൻ സീക്വൻസ്, ഇന്റർവൽ ബ്ലോക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ അതിനുശേഷം എവിടേക്കോ ചില സീക്വൻസ് സാറ്റിസ്ഫൈ ആവാത്ത പോലെ തോന്നി. കഥയുടെ ടേണിംഗ് പോയിന്റ്സ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ആ ഒരു മാത്രം എനിക്കൊരു ഡിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല.